ഹലോ ഫ്രണ്ട്സ്, വണ്ടി KUV 100 ആണ്. വണ്ടി ഏകദേശം 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ കാള വണ്ടിയുടെ മോശമാണ്. എന്ന് വെച്ചാൽ കട്ട് റൂട്ടിലൂടെ പോകുമ്പോഴൊക്കെ പട മുരുക്ക് പൊട്ടുന്ന പോലെയാണ് പൊട്ടുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ കണ്ട പുറക്കുന്ന സൗണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് എൻഡ് ലോവർ ആം എല്ലാം കംപ്ലീറ്റ് പോയ മാതിരിയാണ് അതിൻ്റെ ഫീൽ കിട്ടുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് പൊക്കി നോക്കിയാലേ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇപ്പോൾ സർവീസിന് വന്ന് നമ്മൾ കയറിയിട്ടുള്ളൂ. ജനറൽ സർവീസ് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ വോയിസാണ് ഹെവി ആയിട്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് തരാം. ചെക്ക് ചെയ്തിട്ട് എന്താണെന്നുള്ള കംപ്ലയിൻറ്റ് കാണിച്ചു തരാം, എന്തെല്ലാം പോയിട്ടുണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്ത് പക്കയായിട്ട് വേണം കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട്. മെയിനായിട്ട് ലോവർ ആമും സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ആണെന്ന് തോന്നുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മെറ്റലിൻ്റെ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടക്കുന്ന ഹെവിയാണ് സൗണ്ട്. നമ്മൾ നോർമൽ റണ്ണിങ്ങിൽ തന്നെ പക്കയായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ പോകുമ്പോൾ വണ്ടി അങ്ങ് വൈബ്രേഷൻ ആവുകയാണ്. ഇതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ചവിട്ടുമ്പോഴും അതുപോലെ കുറച്ച് ഒരു 60 കിലോമീറ്ററിന് മേലെ സ്പീഡിൽ പോകുമ്പോഴും ടയർ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ ടയറോട് എൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ശരിക്കും സ്റ്റിയറിംഗ് ഇങ്ങനെ വൈബ്രേറ്റ് ആകുന്നുണ്ട്. എന്തായാലും നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ലോവർ ആം കംപ്ലീറ്റും പോയിരിക്കണം, പക്ക പോയിരിക്കണത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ഉണ്ടോ ഇതായിരിക്കണം. സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ഒന്നുമില്ല. അത് നോക്കി ഇത്രയും ഷേക്ക്. എന്താ വെച്ചാൽ ഇത് കൂടുതലും വെള്ളം നിന്നിട്ടാണ്, വെള്ളം കയറിയിട്ടാണ് കൂടുതലും ഇങ്ങനെ കംപ്ലയിൻ്റ് ആകുന്നത്. നല്ല ഷേക്ക് ആയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അലമിന് കിട്ടില്ല. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ വൈബ്രേഷൻ, അതുപോലെ തന്നെ കുറച്ച് സ്പീഡ് പോകുമ്പോൾ വൈബ്രേഷൻ, ഇതൊക്കെ ഇതിൽ സംഭവിക്കും. ഇത് നമുക്ക് ബോൾ ജോയിൻ്റ് ആയിട്ട് കിട്ടാനില്ല, അസംബ്ലി ആയിട്ടാണ് വരുന്നത്. ഒറിജിനൽ സാധനമാണ്. 1950 രൂപ വരുന്നുണ്ട്. മഹീന്ദ്രയുടെ പോയി നമ്മളത് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന് തന്നെ നമ്മൾ ലിങ്ക് റോഡ് മാറുന്നുണ്ട്. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയർ റോഡ് തന്നെ. ഇത്രയും സാധനമാണ് ഇതിനകത്ത് ഹെവി ആയിട്ട് കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഓയിലും കൂടെ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറേ ദിവസങ്ങൾ നിർത്തിയിട്ട വണ്ടിയാണ്. അല്ല, ഓയിൽ കംപ്ലീറ്റ് ആയിട്ടും വീക്ക് തന്നെയാണ്. അപ്പോൾ ഓയിലും ഇതിനകത്ത് നമുക്ക് മാറണം. ഓയിൽ ഫിൽറ്ററും മാറണം. സസ്പെൻഷൻ സൗണ്ടാണ് മെയിനായിട്ട് കസ്റ്റമർ പറഞ്ഞത്. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് വണ്ടി, നിർത്തിയിട്ട വണ്ടിയാണ്, കുറേ കാലം നിർത്തിയിട്ട വണ്ടിയാണ്. എന്തായാലും നമുക്കത് സസ്പെൻഷൻ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. നമ്മളിപ്പോൾ KUV 100ൻ്റെ ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് മാറിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും കടപട നല്ല ഹെവി നോയ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ പൊട്ടി വീഴുന്ന പോലെ. എന്താ വെച്ചാൽ അത്രയും ബോൾ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഷെയ്ക്കാണ് അതിനകത്ത്. അല്ലേ, ഇതൊക്കെ കൊടാന്നായിരിക്കുന്നു. ഉണ്ടോ, ഇത്രയും സൗണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിങ്ക് റോഡ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റൊക്കെ ഹെവി ഷേക്ക്. എന്ന് വെച്ചാൽ കുറേ കാലം ഈ വെള്ളത്തിൽ നിന്നിട്ടാന്ന് തോന്നുന്നുണ്ട് ഇത്രത്തോളം പോയിരിക്കണ്ടോ. ഗ്യാപ്പ് തന്നെ കാണാം അതിൻ്റെ ഉള്ളിൽ. ഇതാ അല്ലേ, ഇതൊക്കെ ശരിക്കും ഇങ്ങനെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് കൂടുതലായിട്ട് പോകുന്നതിന് കാരണം നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ട് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. ആ വെള്ളം കയറുമ്പോൾ ഉള്ളിൽ റെസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ എത്രത്തോളം ഗ്രീസ് ചെയ്തിട്ടും കാര്യമില്ല, പിന്നെ എന്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ മാക്സിമം എല്ലാ സർവീസിലും നമുക്ക് ആ ബൂട്ട് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബൂട്ട് മാത്രം മാറ്റി വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്സുകൾക്കൊന്നും അധികം അടി അങ്ങനെ വരില്ല. അതിനിപ്പോൾ ലോവർ ആമിൻ്റെ ആണെങ്കിലും ശരി, സ്റ്റിയറിങ്ങിൻ്റെ ആയാലും ശരി, മറ്റേ ലിങ്ക് റോഡിനെങ്കിലാണ് ശരി, ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബൂട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ കാണുക. ആ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്താ പറയുക, കൂടുതൽ എമൗണ്ട് ചിലവാക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ലോവർ ആമിൻ്റെ ഇതിൻ്റെയും ബൂട്ട് പൊട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റിയത് തന്നെ നിവൃത്തിയുള്ളൂ. പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ടൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയിടാം. ബൂട്ട് മാത്രമായിട്ട് തനിയെ കിട്ടുമ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഇത്രയും രൂപ കൊടുത്തിട്ട് 850 രൂപ 800 ചില രൂപ എന്തായാലും വില വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിന്. അത്രയും എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. 110 രൂപയുള്ളൂ ബൂട്ടിന്. ആ ബൂട്ട് ഇട്ടാൽ നമുക്ക് അത്രത്തോളം ലൈഫ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിന് കിട്ടും. പിന്നെ നമ്മൾ ഓടിക്കുന്ന യൂസേജ് അനുസരിച്ചിരിക്കും ഓരോരോ സാധനങ്ങൾ പോകുന്നതൊക്കെ, തേയ്മാനം വന്നിട്ട്. പക്ഷേ ഇതൊക്കെ പോയെന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച് പോയത്. അത് കണ്ടില്ലേ, അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത്. അപ്പോൾ ഏറെക്കുറെ വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്നതാണ്. ശ്രദ്ധക്കുറവെന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് അറിയില്ല ചിലപ്പം. നമ്മൾ തന്നെ സർവീസിന് വരുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മൾ തന്നെ കാര്യം പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. ചിലപ്പോൾ
കസ്റ്റമർക്ക് എന്താണെന്ന് പോലും അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ ബൂട്ട് വേണോ, ബൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ബൂട്ടില്ലെങ്കിൽ എന്താ, ഇതൊന്നും അവർക്കറിയില്ല. എപ്പോഴും നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചൊരു ക്ലാസ് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയെക്കുറിച്ചൊരു ധാരണ അവർക്കുണ്ടാവും. ചില കസ്റ്റമർക്ക് നല്ലോണം അറിയും. അപ്പോൾ ബൂട്ട് പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ പറയാം, ആ ബൂട്ട് മാറ്റിക്കോ. അല്ലെങ്കിൽ ഒരു വണ്ടി സർവീസിന് വരുമ്പോൾ നമുക്ക് ഓടിച്ചേ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരാം. അങ്ങനത്തെ കസ്റ്റമറുണ്ട്. കറക്റ്റ് ടാക്സി ഡ്രൈവറാണ് കൂടുതൽ ഡ്രൈവർമാർ. കറക്റ്റായിട്ട് പറഞ്ഞുതരും, ഇന്ന കംപ്ലയിൻ്റ് ഉണ്ട്, ഇന്നത് നോക്കിയോ ലോവറാമ് നോക്കിയോ, അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ചില കസ്റ്റമർക്ക് ഒന്നും അറിയില്ല, വണ്ടി തന്നിട്ട് പോവും, എന്താ വേണ്ടോ വെച്ചാൽ നോക്കിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിനെ കുറിച്ചൊരു ക്ലാസ് എടുത്ത് കൊടുക്കണം. അത് ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം അവർ അത് ചെക്ക് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും വണ്ടിയെക്കുറിച്ച് അറിയുന്നതാണെങ്കിലും ശരി, അറിയാത്ത ആൾക്കാരാണെങ്കിലും ശരി, ദിവസം ഒന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ബോണ്ടൊക്കെ തുറന്ന് വണ്ടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി അതിൽ എന്തൊക്കെ പാർട്സ് വരുന്നതെന്നൊക്കെ നോക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.